സുഹൃത്തുക്കളെ, ഞാനാണ് ജെഡിയാണ്. ശരിക്കും എന്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, എന്തിനാണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. പറഞ്ഞു തരാം. എങ്ങനത്തെ പേഷ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്? ഇവിടെ അധികം സ്ട്രോക്ക് പേഷ്യൻസ് വരാറുണ്ട്, പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി, പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. മാക്സിമം അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് മാക്സിമം അവരെ പെട്ടെന്ന് റിക്കവറി ആക്കുക, അതാണ് ഒരു അതിനുള്ള ഒരു ബാക്ക് സപ്പോർട്ട് ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കാറ്? ഫ്രീ ആയിട്ടാണ്. ഇപ്പോൾ ഒരു കത്തീറ്റർ ചേഞ്ച് ആണെങ്കിലും റൈസ് ട്യൂബ് ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു പാവപ്പെട്ടവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 1000 രൂപ വരെയൊക്കെ അതിന് ചിലവ് വരും. അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് പലപ്പോഴും മിസ്സായി പോകുന്നത് ചിലപ്പോൾ രോഗീന്റെ അസുഖം മാത്രമാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ രോഗീനെ പൂർണ്ണമായിട്ട് ടോട്ടൽ കെയർ എന്ന് പറഞ്ഞ എല്ലാം സാമൂഹിക അവസ്ഥയൊക്കെ പരിഗണിക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിന്റെ മോട്ടോ. അപ്പം അതും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് എപ്പോഴും രോഗികളെ പാലിയേറ്റീവ് കെയറിനോട് അടുപ്പിക്കുന്നത്. കഠിന മാനസിക രോഗമുള്ള ആളുകളും ഇതുപോലെ മാനസിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ചികിത്സയും പുനരധിവാസവും ഇതിന്റെ ഭാഗമായി ചെയ്തു വരുന്നുണ്ട്. ഇതെല്ലാം സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് ഇവിടെ നൽകി വരുന്നത്. ഡോക്ടറുടെ സേവനം, സൈക്കോളജിസ്റ്റിന്റെ സേവനം, സോഷ്യൽ വർക്കർ സേവനം, ഇതെല്ലാം ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ് ആണ് നൽകി വരുന്നത്. അൽഹംദുലില്ലാഹ്, ഞാനൊരു 1.5 മാസത്തോളമായി ഇവിടെ തെറാപ്പി ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ ഈ സ്ട്രോക്ക് വന്നിട്ട് ഒരു 5 മാസം കഴിഞ്ഞു, 5 മാസമായി. ഇവിടെ ഒരു 1.5 മാസത്തോളമായി ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാഹ്, വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. കണക്കിന് അവരെന്താക്കുന്നത് 30 ദിവസത്തെ 40 ദിവസത്തിനുള്ള മരുന്നുകൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്താണ് വലിയൊരു ഉപകാരമായിട്ടാണ് പറയുന്നത്. നമുക്ക് 2 വീട്ടിലും അത് ഉപകാരപ്പെടുന്നുള്ള സന്തോഷമുണ്ട്. കഴിയുന്നവരൊക്കെ അതിന് സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് പാലിയേറ്റീവിൽ വന്നതിന് ശേഷം തന്നെ ഒരാഴ്ച ആയിട്ടുള്ളെങ്കിലും നല്ല മാറ്റങ്ങളുണ്ട്. ഞാൻ കാലിന്റെ മുട്ടിന് പട്ടിട്ടായിരുന്നു നിൽക്കാറ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും പട്ടടാണ്ട് ഇവിടെ നിൽക്കാറുണ്ട്. അത് എനിക്ക് തന്നെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് വീൽ ചെയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പലരെയും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി. കാരണം എൻ്റെ താവട്ട് തീരെ ഇതില്ലല്ലോ. അതിന്റെ വിഷയം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ റെഡിയാക്കി തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ഇന്നിപ്പോൾ ഞാൻ അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് വീൽ ചെയറിൽ ഇവിടം വരെ എത്തി. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് മെന്റൽ ഹെൽത്ത് ആണ്. അത് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് എന്തായാലും കിട്ടുന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിനെയും ഇങ്ങനത്തെ രോഗികളെയും സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ശരിക്കും നമ്മുടെ പൂനൂരിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത് റൂബി ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാൻഡി ബേക്ക് ഉണ്ട്. കാൻഡി ബേക്ക് ബേക്കറി, അതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മളെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വരുന്നത് കേട്ടോ.